ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വ്ളോഗ് വന്നിട്ട് ഫാമിലി ആയിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് പോയ കുറച്ച് വിശേഷങ്ങളല്ലാന്ന്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. കണ്ടിഷ്ടാവുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഒരു 6 മണി ടൈമിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങളേ ഉള്ളൂ കേട്ടോ. ബസ്സിൽ നമ്മളാണ് ഫസ്റ്റ് കയറുന്നത്. ബാക്കി ഫാമിലി എല്ലാം പോകുന്ന വഴിക്കാണ് കയറുക. ഹസ്ബൻഡിൻ്റെ ഫാമിലിൻ്റെ കൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ ട്രിപ്പ് പോകുന്നുള്ളത്. പിന്നെ എവിടേക്കാന്ന് വെച്ചാൽ വയനാടേക്കാണ് പോകുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വയനാട് കണ്ട് 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 മടുത്തില്ലേ? ശരി തന്നെയാണ്. ഇത്തവണ റഷ് വന്നേരോ അധികം വയനാടേക്ക് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളത്. പിന്നെ ഫാമിലി എല്ലായിട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഈ കണ്ണൂർക്കാർക്ക് ഏറ്റവും അടുത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വയനാട്. അപ്പോൾ എന്തായാലും അടുത്ത സ്ഥലത്തേക്കല്ലേ പോവുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ എപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ വയനാടേക്ക് തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത്. അങ്ങനെ അടുത്ത സ്ഥലമായതുകൊണ്ട് വേഗം അവിടേക്കാണ് എല്ലാവരും പോവുക. അങ്ങനെ പോകുമ്പോൾ പിന്നെ എന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഫാമിലി എല്ലാവരും ഒന്നിച്ച് പോക്കൊരു രസമല്ലേ. അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് എല്ലാവരും ഇപ്പോൾ ഫാമിലി എല്ലാവരും കയറിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ വീഡിയോ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ബസ്സിൽ നിന്ന് ഇപ്പോൾ ഓരോരുത്തരായിട്ട് പാട്ട് പാടുന്നുണ്ട്. പിന്നെ എല്ലാവരും പാട്ട് പാടുമ്പോൾ ഞാനും പാടിയതാണ്. വലിയ രസമൊന്നുമില്ല. പിന്നെ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരാവശ്യത്തിന് നല്ലൊരു പാട്ട് ഓർമ്മ വരില്ല. അങ്ങനെ കിട്ടിയൊരു പാട്ട് പാടിയതാണ് കേട്ടോ. എല്ലാവരും പാടുമ്പോൾ പാടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാടിയതേനു. ആദ്യമില്ലേ എനിക്ക് ഈ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയക്കാനും പിന്നെ പാട്ട് പാടാനുള്ള ഭയങ്കര നാണക്കേടീനു കേട്ടോ. ഇപ്പോൾ അതെല്ലാം സെറ്റായി വരുന്നുണ്ട്. പിന്നെ ഫാമിലിയിലെ കുട്ടികളും വലിയ ആളും അങ്ങനെയെല്ലാം ആയിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. പിന്നെ സ്വന്തമായിട്ട് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. I
ചുരമൊക്കെ കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കുകയല്ല കേട്ടോ ചെയ്തിന്. ഇപ്പം നമ്മൾ ഒരു 8-9 ഫാമിലിയെല്ലാം ഉണ്ടാവില്ലേ, അപ്പോൾ ഓരോ ഫാമിലി ആയിട്ട് ഓരോ ഫുഡാക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും സൈഡാക്കി കഴിക്കാമെന്നു പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി കൊണ്ടുവന്ന എല്ലാ ഫുഡും ഒന്നിച്ച് കഴിക്കലാന്ന് കേട്ടോ. അതൊരു രസമുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ എല്ലാ നേരം ഇപ്പം 3 നേരവും നമുക്ക് ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കൽ വലിയ രസം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആക്കിയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വന്നത് എന്നൂരിലേക്കാണ്. ഇവിടെ വേറെ ആരും കണ്ടിട്ടില്ല. നമ്മൾ ഒരാഴ്ച മുമ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബാക്കി ആരും ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെയാണ് ഫസ്റ്റ് വന്നത്. പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇവിടെ 1:30 ആ ഒരു ടൈമിലാണ് ടോക്കൺ കിട്ടിയിട്ടുള്ളത് ഞങ്ങൾക്ക്. അങ്ങനെ അവിടെ നിന്ന് നേരെ തൊട്ടടുത്ത് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് പറഞ്ഞിട്ട് അവിടേക്കാണ് കേട്ടോ പോകുന്നുള്ളത്. അതൊക്കെ അവരെ കൊണ്ടുവന്ന ഇനി അങ്ങനെ കൊണ്ടോട്ടെ. ഇവിടുത്തെ ഒരു എൻട്രി വരുന്നത് 300 രൂപയാണ്. ആ ഒരു 300 രൂപക്ക് ഞങ്ങൾക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പറ്റും. ബാക്കിയുള്ള ആക്ടിവിറ്റി എല്ലാം വേറെ തന്നെ ഞങ്ങൾ ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ എൻ്റെ കഴിഞ്ഞ വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലാവും, എൻ്റെ ഉപ്പാൻ്റെ ഫാമിലി ആയിട്ട് ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. റിസോർട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് ഇതിൻ്റെ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗ് എടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഊരൊന്നുമില്ല.
ഓരോന്ന് നോക്കി നിന്ന് ഫോട്ടോസും വീഡിയോസിലും എടുക്കുന്ന ടൈമിലാണ് ഇതാ ഇങ്ങനെ ഒരു കോട ഇറങ്ങുന്ന ഞാൻ കാണുന്നതായിട്ടാ. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്, ഈ മഞ്ഞ് ഈ കോട ഇങ്ങനെ ഇറങ്ങുന്നത് കാണാൻ. ഇപ്പോൾ എൻ്റെ ഈ കഴിഞ്ഞ എല്ലാ വ്ളോഗിലും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, എന്നാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടറില്ലേ, ഞാൻ കഴിഞ്ഞ തവണ വരുമ്പേ ഞാൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, കയറണമെന്ന് നല്ല പൂതിയുണ്ട് കേട്ടാ. എന്നിട്ട് ഞാൻ ഇങ്ങനെ കയറണോ വേണോ വേണ്ടേന്നുള്ള ഇങ്ങനെ ചിന്തിച്ച് വെക്കുമ്പോൾ അപ്പോൾ അവിടെ ബസ് പോയിട്ട് അങ്ങ് ടിക്കറ്റ് എടുത്ത് അപ്പോൾ ഏതായാലും കയറാമെന്ന് വിചാരിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ, പക്ഷെ ഒന്നിച്ച ഒരാളും കൂടി ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അതിങ്ങനെ ദൂരേന്ന് കാണുമ്പോൾ കയറാൻ നല്ല പൂതി ഉണ്ടായിരുന്നു, പക്ഷെ അടുത്തെത്തിയറില്ലേ ഒരു ചെറിയ ടെൻഷനെല്ലാം ഉണ്ടായിരുന്നു കേട്ടാ. ഇപ്പൊ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ, അതുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ വിട്ടപാടും ആദ്യം ഒരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാണുന്ന പോലെയല്ല, നല്ല ടെൻഷൻ ഉണ്ടാവും. നേരെ വിചാരിച്ചാൽ അത് കുറച്ചേ കൊണ്ടുപോകും, പക്ഷെ നല്ല ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജില്ലേ ആ ഒരു ഹൈറ്റിൻ്റെ ആ ഒരു ലെവലിലാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയി പെട്ടെന്ന് അത് ഇങ്ങനെ വിടുമ്പോൾ ഇല്ലേ ഒരു കിളി ഇങ്ങനെ പോയിട്ടുണ്ടാവും. പിന്നെ ആ ഒരു ഫസ്റ്റ് ടൈം മാത്രമേ ഒരു പേടിയുള്ളൂ കേട്ടോ. പിന്നെ സംഭവം ഓക്കെയാണ്, പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ അത് നിന്നുപോയി. ആദ്യം ആ വിടുന്ന ആ ഒരു സ്പീഡ് മാത്രമേ ഉള്ളൂ, പിന്നെ സ്പീഡ് വല്ലാണ്ട് അങ്ങ് കുറഞ്ഞ് ആയിട്ടാണ് ഉള്ളത്.
എന്താ അവസ്ഥ? അവിടുന്ന് നേരെ പിന്നെ ഞങ്ങൾ എന്നൂരിലേക്ക് വന്ന് ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ നല്ല കാറ്റും മഴയും ഉണ്ടായിന് കേട്ടാ. ആ ഒരു ടൈമിൽ അവിടെ എത്തുമ്പോഴേക്ക് തന്നെ നല്ല കാറ്റും മഴയെല്ലാം ഉണ്ടായതുകൊണ്ട് ജീപ്പ് അങ്ങോട്ടേക്ക് അങ്ങനെ പോകുന്നില്ല. അവിടെയുള്ള ആൾ ഇങ്ങോട്ടേക്കും വരുന്നില്ല, ഇവിടെയുള്ള ആൾ അങ്ങോട്ടേക്കും പോകുന്നില്ല. ഫുള്ളും ബ്ലോക്കായി. പിന്നെ മഴ ചെറുങ്ങനെ ചോർന്നേരം നമ്മൾ ജീപ്പിൽ കയറിനി. ആ ടൈമിൽ മഴയില്ല കേട്ടോ, മഴ നല്ലപോലെ നിന്നിനി. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ എല്ലാവരും 3 ജീപ്പായിട്ട് അങ്ങനെ എടുത്തിട്ട് അവിടെ എത്തി നോക്കുമ്പോൾ പിന്നെ നല്ല മഴ പെയ്തു. നല്ല മഴ എന്ന് പറഞ്ഞാൽ കാറ്റും മഴയും ഇടിയും മിന്നും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ മഴ ഉണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് ജീപ്പിൽ വന്ന ആൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ബാക്കി നമ്മളെ ഫാമിലി എല്ലാം മുകളിലാണ് കേട്ടോ ഉള്ളത്. അവർക്കിങ്ങനെ വരാനും കഴിയില്ല, ഞങ്ങൾക്ക് പോകാനും പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ നല്ല മിന്നും കാറ്റും മഴയെല്ലാം പെയ്തേരം ഷീറ്റില്ലേ അതങ്ങ് പൊട്ടി വീണ്. അന്നേരം നല്ല ടെൻഷനായിട്ട് കേട്ടാ. പിന്നെ നമ്മൾ ഫുള്ളും നനഞ്ഞ് പുറത്ത് നിന്ന് ഫുള്ളും ആകെ ബേജാറായിട്ട് പിന്നെ കിട്ടിയ ജീപ്പിന് തിരിച്ച് താഴേക്ക് തന്നെ പോകാന്ന് ചെയ്തു. കിട്ടിയ ജീപ്പിനല്ല, ജീപ്പിന് വേണ്ടിയിട്ട് പിന്നെ അവിടെ അടിയും ഒച്ചപ്പാടെല്ലാം ഉണ്ടായിനി. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഫുള്ളും ആകെ മൊത്തത്തിലൊരു ഇടങ്ങാറായി പോയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടെൻഷൻ അടിച്ചൊരു ടൈമായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴെത്തി നോക്കുമ്പോൾ മഴ നിൽക്കുകയും ചെയ്ത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അവിടെ എത്തിയപ്പോൾ നല്ല മഴ പെയ്ത് തിരിച്ച് താഴേക്ക് വന്നേരം മഴ നിൽക്കുകയും ചെയ്ത്. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല ആർക്കും കാണാൻ പറ്റിയിട്ടില്ല. എന്നൂർ ആർക്കും മുകളിൽ എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കാണ്ട് ഇവിടുന്ന് അടുത്ത വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോക്കാതെ പിന്നെ ഞങ്ങൾ നേരെ പോയത് കാരാപ്പുഴ ഡാമിലാണ് കേട്ടോ. ഇതിപ്പോൾ 6 മണിക്ക് ക്ലോസ് ചെയ്യും. നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ 5:30 ആയിട്ടുണ്ട്. അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ കണ്ട് തീർക്കാൻ പറ്റിയ സ്ഥലത്തെല്ലാം പോടുക കണ്ടിട്ട് പിന്നെ ഓട്ടേനു കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും എത്തും. ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇരുട്ടടിച്ച് വരുന്നുണ്ടേനു. പിന്നെ നല്ല മഴയെല്ലാം പെയ്തല്ലേ. അങ്ങനെ ഞാൻ കുറേ മുമ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 2-3 വർഷമായിട്ടുണ്ടാവും. ഇതിപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇങ്ങനെ കളിക്കേണ്ട അഡ്വെഞ്ചർ ഗെയിംസ് എല്ലാം കുറേ വന്നിട്ടുണ്ട്. അങ്ങനെ ഒന്നിൽ നമ്മളെല്ലാവരും കൂടി കയറാമെന്ന് വിചാരിക്കുന്നുണ്ട്.
അറിയാം. അങ്ങനെ കുട്ടികൾക്കും കയറാൻ പറ്റിയ കുറച്ച് ഗെയിംസും സംഭവങ്ങളെല്ലാം ഉണ്ട്. അതിലും ഹംദനെ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഓരോ ഐസ്ക്രീമും പിന്നെ പോപ്കോണും പിന്നെ ഇവിടെ ജ്യൂസ് എല്ലാം ഉണ്ട്, ഐറ്റംസ് എല്ലാം ഉണ്ട്. അതെല്ലാം വാങ്ങിയിട്ട് ഇനി വേഗം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇപ്പോൾ 6:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇറങ്ങണം എന്ന് അവർ പറയുന്നുണ്ട്. വാങ്ങിയിട്ട് 6:30 ക്ലോസ് ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടുത്തെ കരിമ്പ് ജ്യൂസില്ലേ, നല്ല തണുപ്പോട് കൂടി കുടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങി. ഇനി 6:30 ക്ലോസ് ആകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നിന്. അവിടെ എത്താൻ കുറച്ച് ലേറ്റായി പോയതിൻ്റെ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആടിങ്ങനെ. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. ഫാമിലി ആയിട്ട് നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടില്ല. അങ്ങനെയെല്ലാം ആയിപ്പോയി, എല്ലാം തിരക്കായിപ്പോയി. പിന്നെ മഴ പെയ്തേരെ എല്ലാം കൈവിട്ട് പോയി കേട്ടോ. പിന്നെ തിരിച്ച് പോകുന്നേക്ക് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോക്കാന്ന്. വീട്ടിലെത്തുമ്പം തന്നെ ഒരു 12:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല പുതിയ വ്ളോഗിലെല്ലാം ആയിട്ട് വരാം. അപ്പോൾ താങ്ക് യു, ബൈ.